നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിൽ വായിക്കുന്ന ഓരോ പുസ്തകങ്ങളും ഉം, ആ ഒരു ഇപ്പം നമ്മളൊരു 15 വയസ്സിലാണ് ഒരു കഥ ഒരു നോവൽ വായിക്കുന്നെങ്കിൽ അപ്പോൾ നമുക്ക് തോന്നുന്നൊരു വികാരവും അതേ നോവൽ തന്നെ ഒരു 10, 20, 30 വയസ്സ് കാലഘട്ടങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഒരു വികാരമാണ് തോന്നുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഞാനൊരു +2 കഴിഞ്ഞ സമയത്തോ മറ്റോ ആണ് MT വാസുദേവൻ നായരുടെ പാതിരാവും പകൽ വെളിച്ചവും എന്ന് പറഞ്ഞ ബുക്ക് എൻ്റെ നാട്ടിലെ വായനശാലയിൽ നിന്ന് ഞാൻ എടുത്ത് വായിക്കുന്നത്. അന്ന് അത് വായിച്ചപ്പോൾ ഒരു സാധാരണ കഥ എന്നുള്ള രീതിയിൽ തള്ളി കളഞ്ഞൊരു നോവലായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും എൻ്റെ കയ്യിലൂടെ ഈ ഒരു പുസ്തകം വന്നപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കണക്റ്റഡ് ആയതുപോലെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഒരു ഫീലിങ്സിനെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇത്. ഞാൻ ചെറിയ അതിൻ്റെ ഒരു സമ്മറി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പലരും വായിച്ചിട്ടുണ്ടാവും, എന്നാലും ഒരു എൻ്റെ ഒരു നേരം പോക്ക്. MTയുടെ മിക്ക നോവലുകളിലുണ്ടാവും തെറ്റിലേക്ക് വീണുപോയൊരു കഥാപാത്രം, തെറ്റിലേക്ക് വീണുപോയി ജീവിതം കെട്ടുപോയൊരു കഥാപാത്രം ഉണ്ടാവും. അങ്ങനെ തന്നെയുള്ള ഒരു കഥാപാത്രമാണ് ഗോപി. പാതിരാവും പകൽ വെളിച്ചവും എന്ന നോവലിലെ ഒരു കഥാപാത്രം ഗോപി. ഇദ്ദേഹം മദരാശിയിൽ പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വലിയൊരു ജന്മിയുടെ മകനൊക്കെയാണ്. വന്നു കഴിഞ്ഞിങ്ങനെ ആ നാട്ടിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുമായി ലോഹ്യത്തിലാവുകയാണ്. ഇയാൾ ആ കുട്ടിയെ ബീബി എന്നൊക്കെ പേരിട്ട് വിളിക്കുകയാണ്. അങ്ങനെ പാതിരാവിലാണ് ഇവരുടെ സമാഗമങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ പാത്തുമ്മ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഈ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ അവിടെ ആരുടെ മുമ്പിലും തലകുനിക്കാത്ത അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ആളുടെ മകളാണ്. ഗോപിയാണെങ്കിൽ ഒരു ജന്മിയുടെ മകനുമാണ്. അപ്പോൾ ഇവരിങ്ങനെ പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ ഗർഭിണിയാവുകയാണ്, ഈ പെൺകുട്ടി ഗർഭിണിയാവുകയാണ്. അപ്പോൾ ഗോപി സ്വാഭാവികമായും ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ള ആവശ്യം അച്ഛനെ അറിയിക്കുമല്ലോ. പക്ഷെ അദ്ദേഹം സമ്മതിക്കില്ല. ഒന്നാമത് വേറെ ജാതി, പിന്നെ ഒന്ന് ഇങ്ങനെയുള്ളൊരു ബന്ധം, അപ്പോൾ ഒരിക്കലും അയാളത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഗോപി ഈ പെൺകുട്ടിക്ക് ഈ ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് പടിയിറങ്ങുകയാണ്. നീ എന്നെ മറക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ പെൺകുട്ടിയെ ഇരുട്ടിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അച്ഛൻ കാണിച്ചു കൊടുത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ ഭാര്യയുടെ അച്ഛൻ്റെ ശുപാർശയിലൊരു ജോലിയൊക്കെ നേടി ഇയാൾ വേറെ നാട്ടിലാണ്. ഈ പെൺകുട്ടി ഈ ഗോപിയുടെ മകനെ പ്രസവിക്കും. പാത്തുമ്മ അവർ ആ കുട്ടിയെ വളർത്തും. ആ കുട്ടിയുടെ ബാപ്പ ആരാണ്, എന്താ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഈ സ്ത്രീ കണ്ണീര് കൊണ്ട് മറുപടി കൊടുത്ത് ഈ മകനെ വളർത്തുകയാണ്. കാഫിറിൻ്റെ മകനാണ് നീ എന്ന് ഈ കുട്ടിയുടെ ബാല്യകാലത്ത് ഈ കുട്ടി കേൾക്കുകയാണ്. മൊയ്തീൻ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. ഈ കുട്ടി എനിക്കിതൊക്കെ ഞാൻ ഈ കഥ വായിക്കുമ്പോൾ ഇപ്പം ഞാൻ വായിക്കുമ്പോൾ എനിക്കറിയാം ഇതിങ്ങനെയാണ് പോകുന്നത്, ഇത് ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അടുത്ത പേജിൽ ഇങ്ങനെയാണ്, ഇതിൻ്റെ അവസാനം ഇങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ ഒരു പുനർവായന എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വീണ്ടും എനിക്കിത്, കാരണം നമുക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്ത മക്കളെ ആർക്ക് വേണം? ആർക്കും വേണ്ട. അങ്ങനെ അച്ഛൻ മകനെ കൊല്ലാൻ, മകനല്ല ആ കുട്ടിയെ കൊല്ലാൻ പറഞ്ഞ് മരുന്ന് കൊടുത്ത് കൈയൊഴിഞ്ഞു പോയൊരു ആളാണ്. പക്ഷേ സ്ത്രീ എന്ത് ചെയ്തു? മകനെ വളർത്തി. 20 വയസ്സായി. അങ്ങനെ ഈ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തി. ഈ കുട്ടി ചോദിക്കുന്നുണ്ട് ഈ അമ്മയോട്, എൻ്റെ അച്ഛൻ ആരാണ്, എവിടെയാണ്, എന്താണ്? അപ്പോഴൊക്കെയും ഓരോ നുണകളൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ഇങ്ങനെ ഓരോ തട്ടിപ്പും തരികിടയൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. പക്ഷെ അപ്പുറത്ത് ഈ ആളുടെ ജീവിതം അവതാളത്തിലാവുകയാണ്. 1 വർഷമാണ് ഇയാൾക്ക്, അതായത് ഈ ഗോപിക്ക് വിവാഹം കഴിഞ്ഞ് 1 വർഷമേ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അയാൾ ആകെ തകർന്ന തരിപ്പണമായി. അങ്ങനെയുള്ളൊരവസ്ഥ അവിടെ. അതല്ലെങ്കിലും അങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക്
ഒരു വിലയും നമ്മൾ കൊടുക്കാത്ത പലതിനെയും നമ്മൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് പോവുക. പക്ഷെ അവിടെയൊന്നും നമുക്കൊരു സമാധാനം കണ്ടെത്താൻ പറ്റില്ല, നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നത്, മറക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഗോപിയുടെ ജീവിതം അങ്ങനെ ആയി. പിന്നീട് ഈ പാത്തുമ്മയും ബീബി എന്ന് വിളിക്കുന്ന പാത്തുമ്മയും അതിൽ മകനുണ്ടാവുമോ ഇല്ലേ എന്നൊക്കെയുള്ള ആ ഒരു അവളുടെ ജീവിതം എന്താ എന്നൊക്കെയുള്ള അയാളുടെ സ്വസ്ഥത കെട്ടൊരു ജീവിതം അയാൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു രാത്രി ഈ വീട്ടിലേക്ക് കയറി വരികയാണ് അയാൾ. അപ്പോൾ ഈ സ്ത്രീ മകനാന്ന് കരുതിയിട്ട് ആ വാതിൽ തുറക്കുന്നത്. അപ്പോൾ ഒരു കിഴവൻ വന്ന് നിൽക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇത് അയാൾക്കറിയാം, അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ബീബി എന്ന് വിളിക്കുമ്പോഴാണ് ഈ സ്ത്രീക്ക് മനസ്സിലാവുന്നത് താൻ എല്ലാം സമർപ്പിച്ച ആ പഴയ ഗോപിയാണെന്ന്. അങ്ങനെ ഇദ്ദേഹം മകനെ നേരിട്ട് കാണുമ്പോൾ അച്ഛനാണ് എന്ന് മനസ്സിലാവുമ്പോൾ ഈ ഒരു കുട്ടി 20 വയസ്സായി. ആ കുട്ടി പ്രതികരിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. അയാൾക്ക് മറുപടിയില്ല. അയാൾ കുറേ അഭ്യർത്ഥനകളും കണ്ണീരും കുറേ വിശദീകരിക്കലും ഒക്കെ നടത്തിയെങ്കിലും അതൊന്നും ഈ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അത്രമാത്രം തീവ്രമാണ്. അങ്ങനെ ഒരു ചൂട്ടും കത്തിച്ച് ഉമ്മറവാതിൽ തുറന്ന് ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്, പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. അയാൾ അങ്ങനെ പോവുകയാണ്. സ്വത്ത് തരാം, പണം തരാം എന്നൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതൊന്നും അവൻ അനുഭവിച്ച വേദനകൾ അത്രമാത്രം ഉണ്ടല്ലോ. അങ്ങനെ അയാൾ പോയി. അപ്പോഴേക്കും ഈ ഉമ്മ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. ബോധത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അറിയില്ല, മറുപടിയില്ല. അപ്പം നീയൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഉമ്മ. മൊയ്തീനെ, നീയൊരു മനുഷ്യനാ എന്ന് ചോദിക്കുന്നുണ്ട്. നീയൊരു മനുഷ്യനാണോ എന്ന്. ആ ഒരു ചോദ്യം ഇവൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുകയാണ്. എന്താണ് അങ്ങനെ? അതായത് അതൊരു വല്ലാത്ത ചോദ്യമല്ലേ, നീയൊരു മനുഷ്യനാണോ? അപ്പോൾ ഈ കുട്ടി ആലോചിക്കുന്നുണ്ട്, ഞാനും മനുഷ്യനാണ്, അതും മനുഷ്യനാണ്, അതെൻ്റെ അച്ഛനാണ്. എന്നിട്ട് തിരഞ്ഞിറങ്ങുകയാണ്. പക്ഷേ കണ്ടെത്താൻ പറ്റില്ല. നമുക്കങ്ങനെയല്ലേ, ഒരാളോട് നമ്മൾ ഒരുപാട് തെറ്റുകളും അപരാധങ്ങളും ചെയ്തു കഴിഞ്ഞ് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊരു ബോധം വരുമ്പോൾ നമ്മൾ ഒരുപാട് അഭ്യർത്ഥനകളും യാചനകളും നമ്മളൊരുപാട് തെറ്റും കുറ്റമൊക്കെ പറഞ്ഞ് നമ്മൾ ചെല്ലും. ചിലപ്പോൾ അത് പലരും അംഗീകരിച്ചോളണം എന്നില്ല, പലരും അത് സമ്മതിച്ച് തരണം എന്നില്ല. അങ്ങനെ സമ്മതിച്ച് തന്നു കഴിഞ്ഞാൽ അതൊരു പകൽ വെളിച്ചമാവും, അല്ലെങ്കിൽ അത് പാതിരാവായി തന്നെ അവിടെ ഒരു ഇരുട്ടായി തന്നെ അവിടെ തുടരും, അല്ലേ? MT വാസുദേവൻ നായരുടെ പാതിരാവും പകൽ വെളിച്ചവും ഒരുപാട് തവണ വായനയ്ക്കുള്ളൊരു ബുക്കാണത്. ഒറ്റ തവണ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാതെ വീണ്ടും നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും ഒന്ന് എടുത്ത് വായിക്കാൻ തോന്നുന്ന ഒരു നല്ലൊരു നോവൽ.